ഗൈസ് ഹായ് ഗൈസ്, എൻ്റെ പേര് ജാൻസി. ഞാൻ ബഹ്റിനിൽ നിന്നുമാണ്. ഇത് എൻ്റെ കുറച്ച് ചെടികളാണ് കേട്ടോ. ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ കഴിച്ചതിന് ശേഷം ഇട്ടതാണ് കേട്ടോ. 4 അരി ഇട്ടു, അതിൽ ഒറ്റ ഒരെണ്ണമാണ് ഉണ്ടായത്. എനിവേ അവളങ്ങോട്ട് വളരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളെയൊക്കെ. ഇങ്ങനെ ഇത് മുരിങ്ങ ഒരു കടയിൽ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. എല്ലാം ഇത് പൂക്കൾ, അങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കുറച്ച് വെജിറ്റബിൾ, കുറച്ചെന്ന് പറയില്ല, 1, 2, 3 ഉള്ളൂ വെജിറ്റബിൾസ്. അങ്ങനെയാണ് നിർത്തിക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്. പച്ചമുളക് ഈ ഒരു ഇത് മുളകാണോ അതോ വെറൈറ്റി ഓഫ് എന്താ പറയുക ഹൈബ്രിഡ് കാന്താരി വർഗ്ഗത്തിൽപ്പെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയത് കേട്ടോ. ഈ ചെടികളൊക്കെ എന്തോന്ന് അറിയത്തില്ല. ആക്ച്വലി ഇതാണ് ഞാനുണ്ടല്ലോ മൈലാഞ്ചി എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഇലയ്ക്കൊക്കെ ഒരു മണം. എൻ്റെ പേരറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഈ ചെടിയും എനിക്ക് എന്താണെന്നറിയില്ല, ഇത് പൂവൊന്നും ഉണ്ടാകത്തില്ല, ചുമ്മാ ഒരു ഗ്രീനറി അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങുന്നതാണ് ഇതൊക്കെ. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചുമ്മാ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ രാവിലെ ആകുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഇവിടെ എത്തും. ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ആരെന്നല്ലേ കുറേ പ്രാവുകൾ അവന്മാരിങ്ങോട്ട് വന്ന് ഫുള്ളങ്ങോട്ട് കുത്തിക്കളയും. ഈ മണ്ണും എല്ലാം ഇവിടെ എല്ലാം നശിപ്പിച്ച് ഇവിടെ എല്ലാം ഇട്ട് ഫുള്ള് കുളമാക്കി കൈത്തരും. എന്നാലും നമുക്കങ്ങനെ നമ്മുടെ എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് ഇതൊന്നും നടത്താൻ പറ്റില്ലല്ലോ. അവരും ഭൂമിയുടെ അവകാശികളല്ലേ അല്ലേ? അപ്പം അവരുടെ പങ്ക് അവർ ചെയ്യട്ടെ. ഇനി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ എന്നെനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടോ ഞാൻ കമൻറ്റ് ചെയ്യട്ടോ. അതെ, ഇതൊക്കെയാണ് എൻ്റെ ചെണ്ടുമല്ലി. ഇതിലെ ഏറ്റവും സുന്ദരികളാണ് കേട്ടോ. എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ചെണ്ടുമല്ലികളാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്സ്. അരളിച്ചെടി റെഡ് കളറ് എനിക്ക് കിട്ടിയില്ല, പക്ഷെ നല്ല മണമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ. പിന്നെ കൃഷ്ണതുളസി, യൂഫോർബിയയിൽ നേരത്തെ പൂക്കളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴായിട്ട് പൂ തരണോ വേണ്ടയോ എന്നോ ഒരാലോചനയിലാണ് അവർ. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്.